തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വിരമിച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ കെ ജയകുമാർ കടന്നു വരികയാണ്. സർവീസ് കാലം മുഴുവൻ സൽപ്പേര് മാത്രം കേൾപ്പിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. സാംസ്കാരിക രംഗത്തും ഒരുപോലെ കയ്യൊപ്പിട്ടയാൾ. മലയാറ്റൂരിനെ പോലെ ഏറ്റവും ആഘോഷിക്കപ്പെട്ട സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണ്. തികഞ്ഞ ഭക്തനും വിശ്വാസിയുമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഈ കാലം ആവശ്യപ്പെടുന്ന എല്ലാം തികഞ്ഞ പ്രസിഡന്റ് ആയിരിക്കും കെ ജയകുമാർ. പക്ഷേ ഈ നിയമനം നൽകുന്ന വ്യത്യസ്തമായ ഒരു സന്ദേശം കൂടിയുണ്ട്. ഇതുവരെ രാഷ്ട്രീയക്കാരായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്നവരിലേറെയും. ദേവസ്വത്തിന്റെ തന്നെ കമ്മീഷണറായിരുന്ന എൻ വാസുവിൻ്റെതാണ് വഴിമാറി നടത്തിയ ഏക നിയമനം. ആ വാസുവാണ് ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിന്ന് ചോദ്യശരങ്ങൾ ഏറ്റുവാങ്ങുന്നത്. രാഷ്ട്രീയക്കാർ ഇരുന്നപ്പോൾ ഉദ്യോഗസ്ഥർ തന്നിഷ്ടം കാട്ടിയ ഇടത്തിൽ ഒടുവിൽ സിവിൽ സർവീസ് നിയമനം നടക്കുകയാണ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. കെ ജയകുമാർ ദേവസ്വം സർവീസിലെത്തുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇതുവരെ നടന്ന കാര്യങ്ങളെ ഏതാണ്ട് പൂർണ്ണമായും തിരുത്താൻ ഒരുങ്ങുകയാണ് സർക്കാർ. പ്രസിഡന്റായി ആരു നിയമിക്കപ്പെട്ടാലും ബോർഡിൽ ഉദ്യോഗസ്ഥ ഭരണമായിരുന്നു. കമ്മീഷണർ മുതൽ താഴേക്കുള്ളവർ വരെ ബോർഡിനെ സ്വന്തം നിലയ്ക്ക് കൊണ്ടുപോകുന്നതാണ് കണ്ടിരുന്നത്. ശബരിമല എന്ന പൊന്നമ്പലത്തിൽ കയ്യിട്ടു വാരിയിരുന്നവരുടെ ഭരണമാണ് ബോർഡിൽ നടന്നിരുന്നത്. നിർമ്മാണത്തിൽ മാത്രമായിരുന്നില്ല വഴിവിട്ട ഇടപെടൽ നടന്നിരുന്നത്. തറ ലേലത്തിൽ മുതൽ നെയ്യിന്റെയും തേങ്ങയുടെയും ലേലത്തിൽ വരെ ഗുരുതരമായ ആരോപണങ്ങളാണ് സന്നിധാനത്ത് ഉണ്ടാകാറുള്ളത്. ഹൈക്കോടതി മേൽനോട്ടത്തിൽ വഹിക്കാൻ എത്തിയിട്ടും അതിനെ മറികടന്ന് ചെന്നൈയിലേക്ക് ദ്വാരപാലക ശില്പങ്ങളുടെ പാളി കൊണ്ടുപോയത് നമ്മൾ കണ്ടു. ക്രമം തെറ്റിച്ചും ഇഷ്ടക്കാരെ തിരികെ കയറ്റിയും പടിപൂജ മുതൽ പുഷ്പാഭിഷേകം വരെ നടക്കുന്നു എന്ന ആരോപണങ്ങൾ ഉയരാറുണ്ട്. ക്യൂ നിൽക്കാതെ ദർശനം അനുവദിക്കും, അപ്പവും അരവണയും പിൻവാതിലിലൂടെ നൽകും. ഇത്തരം ചെറിയ ഇടപെടലുകളിൽ ആരംഭിക്കുകയാണ് ശബരിമലയിലെ വഴിവിട്ട നീക്കങ്ങൾ. ഓരോ വർഷവും നടക്കുന്ന അനേകം താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്. ഇതിലാണ് വലിയ തോതിലുള്ള അഴിമതി ആരോപണവും ഉയരുന്നത്. ഉദ്യോഗസ്ഥർ കമ്മീഷൻ വാങ്ങാതെ ഒരിടവും ഇടപെടുന്നില്ല എന്നാണ് പറയാറുള്ളത്. ശബരിമലയിലെ അറ്റകുറ്റപ്പണികളെല്ലാം സംശയ നിഴലിലാണ്. ടൺ കണക്കിന് കൊപ്രയാണ് സന്നിധാനത്ത് ദിവസവും ഉണ്ടാകുന്നത്. ഇവ കൈകാര്യം ചെയ്യുന്നതിൽ മുതൽ വെടിവഴിപാടിൽ വരെയുണ്ട് ഇടപെടലുകൾ. ശബരിമലയിൽ കെ ജയകുമാറിന് മുന്നിൽ ദൗത്യങ്ങൾ അനവധിയാണ്. അതായത് ഒരു മണ്ഡലകാലം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ഒരു ചുമതല ഏൽപ്പിക്കലാണ്. മണ്ഡലകാലത്തിന്റെ ആരംഭത്തിനു വേണ്ടി ഇനി ഒരുപാട് ഇടപെടലുകളും സാധിക്കില്ല. എന്നാൽ ഈ മണ്ഡലകാലം പുരോഗമിക്കുമ്പോൾ തിരുത്തലുകൾ ആവശ്യമുള്ള ഒരുപാട് മേഖലകളുണ്ട്. ഇപ്പോൾ പഴയ ഉദ്യോഗസ്ഥ സംവിധാനം തന്നെയാണ് ഇപ്പോഴത്തെയും ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇതിലൊക്കെ അനധികൃതമായ ഇടപെടലുകൾ ഇപ്പോഴും സംശയിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ 5-6 പേര് അറസ്റ്റിലായി എന്നതുകൊണ്ട് മാത്രം ഈ വഴിവിട്ട ഇടപെടലുകളുടെ ഒരു ചരിത്രം ശബരിമലയിൽ അവസാനിക്കണമെന്നില്ല. അടിമുടി വഴിവിട്ട് സഞ്ചരിച്ചിരുന്ന ഒരു സംവിധാനമാണ് ദേവസ്വത്തിൽ ഉണ്ടായിരുന്നത്. ശബരിമലയിലേക്ക് ഡ്യൂട്ടി ചോദിച്ചു വാങ്ങി വരുന്ന നൂറുകണക്കിന് ഉദ്യോഗസ്ഥരുണ്ട്. ഇവരിൽ നല്ല പങ്കും ഭക്തി കൊണ്ട് വരുന്നവരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിച്ച് ശബരിമലയിൽ വന്നു വീഴുന്ന പണത്തിന്റെ കിലുക്കമാണ് ചിലരെങ്കിലും സ്വാധീനിച്ചിരിക്കുന്നത്. ഒരു സീസൺ കൊണ്ട് ഒരു ആയുസ്സിന് കഴിയാനുള്ളത് മുഴുവൻ സമ്പാദിക്കണം എന്ന് ആഗ്രഹിച്ച് വരുന്നവരുമേറെയാണ്. എല്ലാവരും അങ്ങനെയല്ല എന്ന് പറയുമ്പോഴും ശബരിമല ഡ്യൂട്ടി കിട്ടി എന്ന് പറയുമ്പോൾ ലോട്ടറി അടിച്ചു എന്ന് ധരിക്കുന്നവരാണ് ഏറെയും. ഇങ്ങനെ സ്വർണവും വെള്ളിയും നാണയവും വന്ന് വീഴുമ്പോൾ അതിൽ നിന്നും അപഹരിക്കാൻ പല വഴികൾ ഇവർ തെളിയിച്ചു വച്ചിട്ടുണ്ട്. അതെല്ലാം അടയ്ക്കുക എന്ന ദൗത്യമാണ് കെ ജയകുമാറിന് മുന്നിൽ. ഇപ്പോഴത്തെ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തോട് നിലവിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥ സംവിധാനം അപ്പാടെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ്. രേഖകളും തെളിവുകളും ഒക്കെ ശേഖരിക്കാൻ അന്വേഷണ സംഘം നന്നായി ബുദ്ധിമുട്ടുന്നുണ്ട്. ഓർക്കണം, ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സംഘമായിട്ട് കൂടി ഇതാണ് സ്ഥിതിയെന്ന്. ഇവിടെ ഈ അന്വേഷണം വിജയിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണ നേതൃത്വമാണ് ഉണ്ടാകേണ്ടത്. 98 മുതൽ 2025 വരെ നടന്ന മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കേണ്ടതുണ്ട്. വിജയ് മല്യ സിംഗപ്പൂരിൽ നിന്നും സ്വർണവും ചെമ്പും എത്തിച്ചത് മുതലുള്ള മുഴുവൻ ഇടപെടലുകളും പുറത്തു വരിക തന്നെ വേണം. ഇതിനായി ദേവസ്വം ബോർഡ് നേതൃത്വം പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്യണം. അങ്ങനെ ഇക്കാലങ്ങളിൽ ഇടപെട്ട ഉദ്യോഗസ്ഥർ എല്ലാവരും വെളിച്ചത്ത് വരണം. കെ ജയകുമാർ ചുമതല ഏൽക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ സേവനം ഈ അന്വേഷണത്തിനുള്ള പിന്തുണയായിരിക്കും. അതോടൊപ്പം തന്നെ പ്രധാനമാണ് ശബരിമലയിലെ ഇപ്പോഴത്തെ സീസൺ അട്ടിമറിക്കപ്പെടാതിരിക്കുക എന്നുള്ളതും. കാരണം മേലുദ്യോഗസ്ഥരുടെ വലിയൊരു നിര മാറുന്നതോടുകൂടി തന്നെ ഈ അട്ടിമറി നീക്കങ്ങൾ ഉണ്ടാകും എന്ന മുൻവിധിയോടെ തന്നെ കാര്യങ്ങളെ സമീപിക്കേണ്ടതുണ്ട്. ശബരിമലയിൽ പോലീസ് വിചാരിച്ചാൽ പോലും തീർത്ഥാടനം അട്ടിമറിക്കാൻ കഴിയും എന്ന് 2023 സീസണിൽ ആരോപണം ഉയർന്നതാണ്. തീർത്ഥാടകരെ കയറ്റിവിടുന്നതിൽ പോലീസ് മെല്ലപ്പോക്കിലാണെന്ന് ആരോപിച്ചത്
സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് PS പ്രശാന്താണ്. അന്നത്തെ ADGP അജിത് കുമാറിനായി PS പ്രശാന്ത് നടത്തിയ വാക്കുതർക്കം വലിയ വാർത്തയുമായിരുന്നു. പ്രശാന്തിനെതിരെ തെളിവുകളും ആരോപണങ്ങളും ഇല്ലെങ്കിലും 2025-ലും പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിൽ ചില വീഴ്ചകൾ ഉണ്ടായി എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത്. ഹൈക്കോടതി പ്രതിനിധിയെ അറിയിക്കാതെയാണ് ദ്വാരപാലക പാളികൾ കൊണ്ടുപോയത്. ഇടപെട്ടത് ഉദ്യോഗസ്ഥരാണെന്നും അവരെ നിയന്ത്രിക്കാൻ ബോർഡിന് കഴിഞ്ഞില്ല എന്നുമാണ് കുറ്റപ്പെടുത്തൽ. ശബരിമല മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഏഴര പൊന്നാനയുടെ ഏറ്റുമാനൂർ ക്ഷേത്രവും അഷ്ടമിയുടെ വൈക്കം ക്ഷേത്രവും ഒക്കെ ഇതേ ബോർഡിന് കീഴിൽ വരുന്നതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ 1256 ക്ഷേത്രങ്ങളാണുള്ളത്. ഇത്രയും ക്ഷേത്രങ്ങളിലായിട്ട് 5500 ജീവനക്കാരുണ്ട്. ഒരു മാസം മാത്രം ശമ്പളത്തിന് വേണ്ടത് 26 കോടി രൂപയാണ്. പെൻഷന് 14 കോടി രൂപ വേണം. ഇതിൽ 90% ഉണ്ടാകുന്നത് ശബരിമലയിൽ നിന്നാണ്. ശബരിമലയിൽ നിന്ന് വർഷം 600 മുതൽ 700 കോടി രൂപ വരെ ലഭിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള ഏറ്റുമാനൂരിലെ വരുമാനം 16 കോടി രൂപ മാത്രമാണ്. ഇപ്പോൾ ചെട്ടിക്കുളങ്ങര, മലയാലപ്പുഴ, തിരുവല്ലം, കൊട്ടാരക്കര തുടങ്ങിയ ക്ഷേത്രങ്ങളാണ് പിന്നീട് സ്വന്തം നിലയിൽ കഴിഞ്ഞു പോകുന്നവയായിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നാൽ ഇത്ര വിശാലമാണെങ്കിലും ശബരിമല തന്നെയാണ് ഇതിൽ പ്രധാനം. അന്വേഷണവും പ്രതിസന്ധികളും തീർത്ഥാടനത്തെ ബാധിക്കാതിരിക്കേണ്ടതുണ്ട്. കാരണം ശബരിമലയിലെ വരുമാനം കുറഞ്ഞാൽ അത് മറ്റ് ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിന് പോലും പ്രതിസന്ധി ഉണ്ടാക്കും. ശബരിമലയിൽ കാണിക്ക ഇടരുത് എന്ന മട്ടിലൊക്കെ നടത്തുന്ന പ്രചാരണങ്ങൾ ബുദ്ധിമുട്ടിലാക്കുന്നത് മറ്റ് 1200 ക്ഷേത്രങ്ങളെ കൂടിയാണ്. അതെല്ലാം തിരുത്തുക എന്നതാണ് പുതിയ ദേവസ്വം ബോർഡിന് മുന്നിലുള്ള ദൗത്യം. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ ഇതേ സമയം.